ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊക്കെ ഓഫാണ്. ഇവിടെ എല്ലാവർക്കും അവധിയായതിനാൽ ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ക്ലെയർ ഗ്ലെൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം എൻ്റെ കൂടെ ഇന്ന് റെമി ചേച്ചി ഉണ്ട്, ജിൻചേട്ടനുണ്ട്, ടോണി ചേട്ടനുണ്ട്, സജീറുണ്ട്. ഞങ്ങൾ മിസ് ചെയ്യുന്നൊരു മുഖമാണ് ബിനു ചേച്ചി. ബിനു ചേച്ചി നാട്ടിൽ പോയേക്കാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ പോയിട്ട് വേഗം തിരിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബൈ. ഉപ്പുമാവ് കഴിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ റെമി ചേച്ചി ഇവിടെ സ്വന്തമായിട്ടുണ്ട്. പിന്നെ ഞാനിതാണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ ഇത് അയർലൻഡിൻ്റെ ഗ്രീനറി നമ്മളെങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്ലെയർ ഗ്ലെൻ ഫോറസ്റ്റ്. വാട്ടർഫോൾ ഉണ്ട് അവിടെ. നല്ല ചുരുക്കാച്ച സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. എന്നെ കമന്റ് അടിച്ച കണ്ടോ? എല്ലാവരും ക്ലെയർ ഗ്ലെൻ ഫോറസ്റ്റിൽ വന്നിങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടുകൾ നടക്കുകയാണ് ഇവിടെ. ക്യാമറമാൻ താണ്ട് ഇവിടെ ഇരുന്നും നിന്നും കടന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വെള്ളം പൊക്കി വിട്. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ നീ വെള്ളത്തിന് നോക്കണം. താഴെ മാത്രല്ല, മുഖം കാണണ്ടേ. അങ്ങനെ ആണോ? വിശ്രമവേളകൾ ആൻഡകരമാക്കാൻ ഓറഞ്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ടോണിച്ചേട്ടൻ. അയർലൻഡിലെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പം എന്താ അവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് പിന്നെ ഞങ്ങളങ്ങ് പൊളിച്ചടിക്കും. സോ ഗൈസ്, നമ്മുടെ വാവക്കുട്ടനെ ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു ടാസ്ക് തന്നു, വാവനെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിവിടെ കടന്ന് എത്ര കോമാളിത്തരം കാണിച്ചിട്ടും വാവ ചിരിക്കുന്നില്ല.
അപ്പോൾ ഗൈസ് തമ്പനയിൽ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് ഇവർക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇവരെല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങ് നിന്ന് കൊടുക്കുക. പണ്ട് ജയനൊക്കെ ഒരു പാട്ടിൽ നിൽക്കുന്നില്ല രാത്രി. ഇവിടെ ഒന്ന് അങ്ങോട്ട് നോക്കി. നീ ഒന്ന് നിന്ന് കാണിക്കേ. പൂവൊക്കെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ട് പോകുന്ന റിമി ചേച്ചി, അടുത്ത ഇരിക്കാനുള്ള ഇരിപ്പിടം കണ്ടെത്തി നടക്കുന്ന ടോണിച്ചേട്ടൻ, ഊഞ്ഞാല് കണ്ടപ്പോൾ ഗതകാല സ്മരണകളിലേക്ക് പോയ ജിതിൻ ചേട്ടൻ ആൻഡ് ചെറുതോതി വട്ടുള്ള സജീർ. ഒരു മരത്തെ പോലും വെറുതെ വിടുന്നില്ല, കയറി ഇരിക്കുക അതിന്റെ മണ്ടയിൽ കൊരങ്ങനാന്ന് പറഞ്ഞ്. പൊളിയായിട്ടുണ്ട്. ജിഞ്ചേട്ടൻ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. സജീർ അവിടെ ഭയങ്കര കിടിലമായ ഫോട്ടോ ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ മരത്തിൻ്റെ ശിഖരം ഇങ്ങനെ താന്ന് നിൽക്കുന്നതിനാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമുക്കതിന് മുകളിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ ആ മരത്തിൻ്റെ മുകളിലായിരുന്നു എന്ന് പറയാം.